അതൊക്കെ ഒരു കാലം തന്നെ വരില്ല. അത് കഴിഞ്ഞു പോയിടാ. പക്ഷെ എന്നാലും നമ്മുടെ കൂട്ട് അത് പോയിട്ടില്ലല്ലോ. ഇതുപോലെ ഏതെങ്കിലും ആൾക്കാരുണ്ടോ? നമ്മൾ സ്കൂളിൽ പഠിച്ചു, ഇവിടം വരെ എത്തി, എന്നിട്ട് നമുക്കൊരു മാറ്റമില്ല. നമ്മൾ മരിക്കണം പിരിയില്ല. നമ്മൾ പിരിയേണ്ട കാര്യമില്ല. പിരിയില്ല. നമുക്ക് നമ്മുടെ ഈ ബന്ധം, ഈ സുഹൃത്ത് ബന്ധം എന്നും ഉണ്ടാവണം. പിന്നെ എല്ലാവർക്കും മാതൃകയാവണം. അതന്നെയാണ് ആവശ്യം. ഇന്ന് സിനിമയ്ക്ക് പോകണ്ടോ? പോവാ. നല്ല പടാന്ന് പറഞ്ഞത്. നൈറ്റില് സെക്കൻഡിന് പോവാ. ജോജു നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആണല്ലേ? അങ്ങനെ പറഞ്ഞു. അതിന്റെ ഒരു റിവ്യൂ കണ്ടിരുന്നു. നല്ല പടാ, നല്ല പടാ. പോവാടാ നമുക്ക്. പോയേക്കാം. പിന്നെ ഞാൻ ചോദിക്കുന്ന വൈഫിനെ വിളിക്കണോ? നീ എന്റെ വൈഫിനെയും വിളിക്കും, ഞാൻ എന്റെ വൈഫിനെയും വിളിക്കാം. ഒന്നിച്ചു പോവാ. നമുക്ക് മറ്റേ ആൾഡ്രീമിലൊക്കെ പോയി അന്ന് കുഴിമന്തിയൊക്കെ കഴിച്ച് നല്ല ഇതായിട്ട് പിരിയാം. നമുക്കും അതുപോലെ അങ്ങനെ തന്നെ ആവണം. ഒരാള് കണ്ടാലും നമ്മൾ രണ്ടും തമ്മില് എല്ലാരും അവര് പോകണം. ഭാര്യയും ഭർത്താക്കോ എന്ന് പറഞ്ഞാൽ പോലും നമുക്കൊന്നുമില്ല. നമുക്ക് പെൺപിള്ളേരെ എല്ലാവരുമായിട്ട് പടത്തിന് പോകാം. നല്ല നല്ല പടാന്നാ പറയണത്. എല്ലാവരും പറയുന്നുണ്ട്. ഹിറ്റാവും, മിക്കവാറും ഹിറ്റാവും. എടാ, ഇത് നമ്മള് പോകുന്ന ഈ നടക്കുന്ന പോലെ നടന്നാലാണ് നമ്മുടെ മക്കളും നമ്മളെ ഇതുപോലെയുള്ള ബന്ധം നിലനിർത്തുള്ളൂ. ഇല്ല, നമ്മുടെ ഈ ബന്ധം പോലെ പല ആളുകൾക്കും അസൂയുണ്ട്. നമ്മുടെ ഇത്തിരി ഒരു ആത്മാർത്ഥ ബന്ധി. സാധാരണ എല്ലാവരും കുറച്ചൊക്കെ ആകുമ്പോ പിരിയും, അങ്ങനെ മാറും. അവരവരുടെ നമ്മൾ ഇത്രയും ആയിട്ട് നമ്മുടെ ആത്മാർത്ഥ ബന്ധം ഉണ്ടല്ലോ. എന്ത് ചേച്ചേ? നടക്കാനായിട്ട് വന്നതാണ്. ഒരു മനഃശാന്തി അങ്ങനെ പോണ്. നിങ്ങള് എത്ര വർഷമായി കൂട്ടുകാരായെന്ന് പറഞ്ഞിട്ട്? ഞങ്ങളൊരു 25 വർഷത്തിലധികമായി ഉണ്ടാവും ചേച്ചി. ചെറുപ്പം മുതലേ കൂട്ടാം. ഭയങ്കര കൂട്ടായിരുന്നു. ഇതും കൂട്ടാണ്. ഞങ്ങൾ അതേപോലെ സുഹൃത്ത് ബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്ന 6ാം ക്ലാസ്സിൽ തുടങ്ങി ഇതുവരെ ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല. ഞങ്ങളങ്ങനെ പിരിയത്തുമില്ല. ഞങ്ങള് 10-25 വർഷമായി. ഓഹോ, അങ്ങനെയാ? 10-25 വർഷമായി ചേച്ചി. ഞങ്ങളെ ഇതുവരെ ആർക്കും പിരിക്കാൻ പറ്റിയിട്ടില്ല. ഇമ്മാതിരി ആത്മബന്ധ. ഞങ്ങളെ പിരിക്കാൻ വേണ്ടി വേറെ കൂട്ടുകാർ കുറെ നോക്കി, പക്ഷേ നടക്കൂല. ഞങ്ങളങ്ങനെ പിരിയൂല. ഓഹോ, അങ്ങനെയാണല്ലേ? ഞാനൊന്നും ഇവിടെ ഇരിക്കട്ടെ, ചേരാം. ഇരിക്കും ചേച്ചി, ഇരിക്കും. എടാ, നീയല്ലേ അപ്പൊ ആർക്കേക്കും ഒരു പെണ്ണിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നടന്നിട്ട്? ഞാനോ? ഏതുകൊണ്ടാണ്? ഞാനൊന്നും കൊണ്ടുപോയില്ല. ചേച്ചിക്ക് തോന്നിയതാ, ഞാനൊന്നും അല്ല. ഇവനങ്ങനെ എന്തെങ്കിലും ഉണ്ടെ എന്നോട് പറയും. അവനായിരിക്കൂല. ഒരു പെണ്ണിനെ കൊണ്ട് നടന്നത് ഞാൻ കണ്ടു. അല്ലടാ, ഒരു കറുത്തവല്ലേ? നീ എപ്പോഴാണ് കറുത്ത പെണ്ണായിട്ട് പോയത്? ഞാൻ കറുത്ത പെണ്ണായിരുന്നു പോയത്. ഞാൻ നിന്റെ അടുത്ത് പറയില്ലേ? അവനല്ല. ഇരുന്നൂറാളെ എന്റെ പെണ്ണുമ്പിളല്ലേ? എടാ, നീ എന്റെ പെണ്ണുമ്പിളായിട്ട് എപ്പോഴാ പോയെ? ഞാനൊന്നും പോയില്ലടാ. അവർക്ക് തോന്നിയതായിരിക്കും. ഞാനാവില്ല. അവനല്ല. അപ്പൊ അവനെന്തെങ്കിലും പറയുന്നല്ലേ ചേച്ചി? എന്റെ ഈ 2 കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. എന്റെ വണ്ടക്കാട്ട് ഭഗവതിയാണ് സത്യം. ഞാൻ കള്ളത്തരം പറയല. നീ എപ്പോഴാണ് എന്റെ ഭാര്യയായിട്ട് പോയത്? ചേച്ചിക്ക് തോന്നിയില്ല. ഞാനൊന്നുമില്ല. എങ്ങനെ പോവാനാ? ചേച്ചി അങ്ങനെ പറയുന്നതിന് കാര്യമുണ്ടോന്ന് സംശയം. ഇതിപ്പോ എന്നെ സംശയമായോ? സംശയമൊന്നും ഇല്ലടാ. ഇത്രയും കാലത്ത് ഇതൊക്കെ സംശയമായോ? പക്ഷെ നീ എന്റെ വീട്ടിൽ വരാറുണ്ട്. ഞാൻ ഇല്ലാത്തപ്പോ നീ എന്റെ വീട്ടിൽ വരാറുണ്ട്. നിനക്കിപ്പോ ഒരു ചേച്ചി പറഞ്ഞപ്പോ നിനക്ക് സംശയമായ? നിനക്ക് അങ്ങനെ സംശയിക്കാൻ പറ്റുമോ? എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് സംശയിക്കാൻ പറ്റുമോ? അങ്ങനെയാണോ നമ്മൾ ഈ 10-25 വർഷത്തെ ബന്ധം കൊണ്ടുവന്നത്? പക്ഷെ എന്നാൽ ചേച്ചി അത്ര കൃത്യമായിട്ട് പറയണുണ്ടല്ലോ. എങ്ങനെ? എന്ത് കൃത്യമായിട്ട് ചേച്ചി പറഞ്ഞു? ചേച്ചി കണ്ടു എന്ന് പറഞ്ഞു. ചേച്ചി ഇപ്പൊ അങ്ങനെ നടക്കൂല. അങ്ങനെ പലരും പലതും പറഞ്ഞു. ചേച്ചി എന്നെയാണോ കണ്ടത് അവിടെ? തന്നെ കണ്ടത്. തോന്നുന്നല്ലേ ചേച്ചി? അവനങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം എന്റെ ഭാര്യയായിട്ട് അവനങ്ങനെ ഇന്നുവരെ പോയിട്ടില്ല.
അങ്ങനെ പോവില്ല. നീ വലിയ ആളൊന്നും ആകണ്ട. നീ ഒരു പെണ്ണിനെയും കൊണ്ട്, ഒരു വെളുത്ത പെണ്ണിനെയും കൊണ്ട് നടക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ആ എന്റെ മുഴുവൻ സംശയം ഇവന്റെ പെണ്ണുമ്പോൾ തന്നെയാണ്. നീ ഇപ്പൊ പോയിടാ? അവർക്ക് ഭ്രാന്താണ്, അവർക്ക് ഭ്രാന്താ. ഞാനല്ലടാ, നീ വരാറുണ്ടല്ലോ എന്റെ വീട്ടിൽ അതേപോലെ. എടാ ഞാൻ നിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിന്നെ അന്വേഷിക്കാൻ വന്നല്ലടാ. എടാ അവരൊക്കെ പലതും പറയും, നീ അത് കേട്ട് വിശ്വസിക്കൊന്നും വേണ്ട. നിന്റെ പെണ്ണുമ്പിളനെ കൊണ്ട് അവൻ പോയി, അവന്റെ പെണ്ണുമ്പിളനെ കൊണ്ട് നീ പോയി. ചേച്ചി ഇവിടെ പണി നോക്കിയാ ചേച്ചി വെറുതെ അങ്ങനെയൊന്നല്ല. ആണോടാ നീ വന്നിട്ടുണ്ടോ? ഞാൻ നിനക്ക് എന്നെ അറിയാലോടാ. ഞാൻ അങ്ങനെ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, നീ ഉള്ളപ്പോഴേ ഞാൻ വരുള്ളൂ. ഞാൻ ഇല്ലാത്തപ്പോ ഈ വന്നിട്ടുണ്ടോ? പക്ഷെ എനിക്ക് സംശയം, നീ എന്റെ പെണ്ണുമ്പിളെ കൊണ്ടുപോയി ആ ചേച്ചിനെ പറഞ്ഞപ്പോഴേ 200 പെൺകൊച്ചെന്ന് പറയുമ്പോൾ എന്റെ പെണ്ണുമ്പിള. എടാ ഞാൻ അങ്ങനെ വരൂടാ. നീ ഇപ്പൊ സംശയം നീ അങ്ങനെ വന്നിട്ടുണ്ടോന്നാ. ഞാൻ ഇല്ലാത്ത നീ സത്യം പറ, നേര് പറയടാ. എന്തെന്നാ സത്യം പറ, സത്യം പറ, നേര് പറ. ഞാൻ പോണി കാണണം. ഇവിടെ ഇരിക്കണം. നീ ഇവിടെ ഇരുന്ന് നീ വർത്താനം പറയണം. നീ എന്റെ പെണ്ണുമ്പിളെ കൊണ്ടുപോയില്ല. നീ എന്തിനാണ് എന്റെ പെണ്ണുമ്പിളെ നടക്കണേ? ഞാൻ നിന്റെ പെണ്ണുമ്പിളെ നടന്നിട്ടുണ്ടോ? അപ്പൊ നീ വന്നിട്ടുണ്ടല്ലോ. ഞാനൊരു പെണ്ണുമ്പിളെ പോയിട്ടില്ല, ഒരു പെണ്ണിനെ പോയിട്ടില്ല. പക്ഷെ നീ പോയി ആ ചേച്ചി പോയി. നീ നീ കൊണ്ടേ കാണും. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഒരു ചിന്തയില്ല. നീ എന്റെ വീട്ടിൽ വരുമ്പോ എനിക്ക് നിന്റെ ആ ഇങ്ങനെയുള്ള നോട്ടൊക്കെ കാണുമ്പോ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. നീ എന്ത് സംശയം, നീ എന്തുകൊണ്ടോ സംശയിക്കണം? നീ ചെയ്തോ ശരിയാണ്, നീ ചെയ്ത് ഇത്ര വർഷത്തെ ബന്ധം ഓ 25 വർഷത്തെ സൗഹൃദം എല്ലാം പോയി. കൊള്ളാം, ജോറായിപ്പോയി, പിരിഞ്ഞു പോയി. രണ്ടെണ്ണം 2 നിലയിലായി. കുഴപ്പമൊന്നുമില്ല. ഒരു ശാന്തി, ഒരു മനസ്സുഖം.